ഓരോ മരത്തണലും നമ്മോട് എത്രമാത്രം സ്നേഹത്തോടെ സംവദിക്കുന്നു എന്ന് നോക്കുക. ഒരു പച്ചക്കുട ആകാശത്തിൽ വിരിച്ച് അതിനു ചുവട്ടിൽ അത് മനുഷ്യർക്ക് അഭയം കൊടുക്കുന്നു. ഓരോ വൃക്ഷവും എത്ര മനുഷ്യർക്കാണ് ഓരോ ദിവസവും അന്നമായും അഭയമായും സന്തോഷം കൊടുക്കുന്നത് എന്നാലോചിച്ചു നോക്കുക. അത് മനുഷ്യരെ മാത്രമല്ല സന്തോഷിപ്പിക്കുന്നത്, അതിനുള്ളിൽ കൂടുകളായി എത്ര കിളികളും ജീവജാലങ്ങളും ഒക്കെ ജീവിക്കുന്നുണ്ടാകും. ഒരവധിക്കാലം കുട്ടികളെ നമ്മൾ തുറന്നു വിട്ടാൽ അവർ ഏറ്റവും അധികം സഞ്ചരിക്കുന്നത് മരങ്ങളുടെ ചുവടുകൾ നോക്കിയായിരിക്കും. ഈ നാഗലിംഗ പൂമരത്തെ നോക്കൂ. പൂക്കളും കായ്കളുമായി നിൽക്കുന്ന കൊച്ചു കൊച്ചു മരങ്ങളെ നോക്കൂ. പൂത്തും കായ്ച്ചും അവ നമ്മളോട്, ഈ ചെറു ചെടികളും നമ്മളോട് എത്രമാത്രം സന്തോഷത്തോടെ ഇടപഴകുന്നു. ഒരു പച്ചപ്പറമ്പിൽ നമ്മൾ എന്തൊക്കെ നമുക്കായി ആ പറമ്പ് കരുതി വെക്കുന്നു. പൂക്കൾ കത്തുന്ന വേനലിലേക്ക് പൂത്തിറങ്ങുന്ന ഈ മരങ്ങളൊക്കെ എത്ര ദൈവികമാണ്. പലയിടത്തും നമ്മൾ കാണുന്ന ആൽമരങ്ങൾ, അത് കൊടുക്കുന്ന തണൽ, പൊരിവേനലിലേക്ക് പൂത്തിറങ്ങുന്ന കണിക്കൊന്ന, അത് കൊടുക്കുന്ന അത് നൽകുന്ന സന്തോഷം മനസ്സിന് വെയിലിൻ്റെ ചൂടിനെ മറക്കാൻ സഹായിക്കുന്നുണ്ട്. ചരിത്രത്തിലെ മരങ്ങൾ, വയനാട്ടിലെ ചങ്ങലമരം കരിന്തണ്ടൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ നമിച്ചുകൊണ്ട്, വള്ളിയൂർക്കാവിന് മുൻപിലെ ആൽമരം, പലയിടത്തും നമ്മൾ കാണുന്ന ഓരോ മരത്തിനും ഒരു ദേശത്തിൻ്റെ കഥ പറയാനുണ്ടാകും. ഒരു മുറ്റത്തെ പൂമരം തൊട്ട് അതിനപ്പുറത്തേക്ക് വളരുന്ന ഓരോ മരവും നമുക്ക് കായ്കനികൾ തന്നും തണൽ തന്നും കാഴ്ചയുടെ ഭംഗി കൊണ്ടും നമ്മളെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വടക്കുന്നാഥൻ്റെ മണ്ണിലെ അനേക ശതം വൃക്ഷങ്ങൾ ഈ ജനതയ്ക്ക് നഗരത്തിൽ മുങ്ങിപ്പോകുമ്പോൾ ഇത്തിരി കുളിരുമായി കാത്തിരിക്കുന്നുണ്ട്. തേക്കിൻകാട് മൈതാനത്തിലൂടെ കുറച്ച് നടക്കുമ്പോൾ നമുക്ക് ആശ്വാസം തരുന്ന ഇത്തരം വൃക്ഷങ്ങൾ നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഓരോ പടവിലും നമ്മുടെ സഹായികളാണ്. പേരാലിൻ്റെ വേരുകൾ, വലിയ മുത്തശ്ശിമാവിൻ്റെ തടിക്ക് ചുവട്ടിൽ കളിക്കുന്ന കുട്ടികൾ, അതിലെ ഇങ്ങനെ കാലം ഉണ്ടാക്കിയ അളവുകൾ. മനുഷ്യൻ എപ്പോഴും ആശ്വസിക്കാൻ ഇത്തിരി മരച്ചുവട് തേടി നടക്കുന്നു. നമുക്ക് ഈ മരങ്ങൾ തരുന്ന ഒരവസ്ഥയുണ്ട്, വളരെ സംഗീതാത്മകമായ ഒരവസ്ഥ. ഇത്തിരി മരത്തോട് നമ്മൾ മഴുവച്ചല്ല സ്നേഹിക്കേണ്ടത്, അതിനെ തൊട്ടു തഴുകിയും ആ തണലിൽ വിശ്രമിച്ചും നമ്മൾ ജീവിക്കുക. ഓരോ ചെടിയും ഓരോ വൃക്ഷവും നമ്മുടെ മനസ്സിനെ അതിയായി സന്തോഷിപ്പിക്കുന്നുണ്ട്. ഈ മരങ്ങളൊക്കെ ചേരുമ്പോഴാണ് നമ്മളും ഒരു പൂർണ്ണ ജൈവ മനുഷ്യനായിട്ട് മാറുന്നത്. ഇതിനോടൊക്കെ കൂടെയാണ് നമ്മളും നമ്മുടെ മുൻ തലമുറകളും ഒക്കെ ജീവിച്ചു പോകുന്നത്. ഇതൊക്കെ നാളേക്ക് വേണ്ടി കാത്തുവെക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ട്. ഈ വൃക്ഷങ്ങളെല്ലാം പ്രകൃതിയുടെ സംഗീതമാണ്. ഇനി അറിയാലോ അവിടേക്ക് പോവാം. ഇതങ്ങോട്ടൊക്കെ ഇതാ മരം കിട്ടുന്നില്ല, പച്ചമരം.
ആ മരത്തിൻ്റെ ഭംഗി നോക്കാം. മുറി മരത്തിൻ്റെ മരം നമ്മൾ പഠിക്കുമ്പോൾ ഈ മരമല്ല. ആ കാണാനൊന്നുമില്ല, നീ അവിടെ നിന്ന് പോയി. മരം മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവിടെ നിന്നാൽ വീഡിയോ കയറാം.